മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആ ഗുണ്ടയെ ആ തേനാണെങ്കിൽ ഏൽപ്പിക്കുന്നുണ്ട്. അതിനകത്ത് അയാളാണെങ്കിൽ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ ഗുണ്ടയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അയാളാണെങ്കിൽ അവിടെ CCTV ക്യാമറയെല്ലാം നോക്കിയിട്ട് അകത്ത് കയറുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പലഹാരത്തിലെല്ലാം ആ വിഷം ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം അയാളാണെങ്കിൽ അവിടെ നിന്നും പോയതുപോലെ തന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അതേസമയം പ്രതാപൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് കരുണയും മുത്തശ്ശിയും. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ ഇവിടെ വന്നിരിക്കെ, ഇപ്പോൾ അച്ഛൻ വരുമല്ലോ എന്നെല്ലാം പറയുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് വരികയാണ് പ്രതാപൻ. അങ്ങനെ പ്രതാപനെ കണ്ടത് മുത്തശ്ശിക്കും കരുണയ്ക്കുമാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവരെ കാണുമ്പോൾ പ്രതാപനും സന്തോഷമാകുന്നുണ്ട്. കാരണം അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അവിടെ നടത്തി കഴിഞ്ഞല്ലോ, അതിൻ്റെ ഒരു സന്തോഷമാണ് അയാളുടെ മുഖത്ത്. അങ്ങനെ മുത്തശ്ശിയോടും കരുണയോടുമായി പോയ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നടന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി നാളെ മുതൽ അവരെല്ലാവരുടെയും വയറ് കഴുകിപ്പൊക്കോളും, ആ കൂട്ടത്തിൽ അവളുടെ കുഞ്ഞും കൂടെ നഷ്ടപ്പെട്ടോളും എന്നെല്ലാം പറയുമ്പോൾ മുത്തശ്ശിക്കും കരുണയ്ക്കും ഇതിൽ പരം ഒരു സന്തോഷമില്ല. ഇതറിയുമ്പോൾ കണ്ണേട്ടന് വളരെ സന്തോഷമാകുമെന്ന് കരുണ പറയുമ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോൾ ആരോടും പറയണ്ട, അവരുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേർന്ന് അവർ ഇല്ലാത്ത സമയത്ത് നമുക്ക് സന്തോഷിക്കുകയും ചെയ്താൽ മതി എന്നൊക്കെ പ്രതാപനും മുത്തശ്ശിയോടായിട്ടും കരുണയോടായിട്ടും പറയുന്നുണ്ട്. പിന്നീട് അതിരാവിലെ അടുക്കളയിലോട്ട് വരുന്ന മഹിയോടായിട്ട് ലേഖ പറയുന്നുണ്ട്, ഇത്ര രാവിലെ നീ എന്തിനാണ് എഴുന്നേറ്റത്, നിനക്ക് കാപ്പി ഞാൻ അങ്ങോട്ട് കൊണ്ടുതരില്ലായിരുന്നോ എന്ന് പറയാണ്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, അത് സാരമില്ല, എന്തെങ്കിലും സഹായിക്കണമെങ്കിൽ എന്നോടും പറയണമെന്നെല്ലാം പറയുമ്പോൾ അവിടെ പലഹാരം ഇരിക്കുന്നതാണെങ്കിൽ മഹി കാണുന്നുണ്ട്. മഹിക്ക് ഇത് കാണുമ്പോൾ വളരെ കൊതിയാവുന്നു. കാരണം അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരം മഹിക്ക് വളരെ ജീവനാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഹി ആ പലഹാരങ്ങളെല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ കൊതിയോടുകൂടി തന്നെ മഹി ആ പലഹാരങ്ങൾ കഴിക്കുമ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, എന്താണെങ്കിലും അമ്മയുണ്ടാക്കി തന്ന പലഹാരങ്ങളല്ലേ, നന്നായിട്ട് തന്നെ കഴിച്ചോളൂ മഹി എന്നെല്ലാം പറയുകയാണ്. പിന്നീട് ആ പലഹാരങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മഹിക്കാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ലേഖയോട് പറയുന്നുണ്ട്, ലേഖ എനിക്ക് എന്തോ എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നു, എനിക്ക് എന്തോ പാട്, എൻ്റെ വയറിനൊക്കെ ആകെ വേദന ഉണ്ടാകുന്നു എന്ന് പറയുന്ന ലേഖയോട് പെട്ടെന്ന് തന്നെ മഹിയാണെങ്കിൽ ഒമിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ലേഖയ്ക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ലേഖ പറയുന്നുണ്ട്, അയ്യോ മഹി എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ലേഖയാണെങ്കിൽ മഹിക്ക് തടവി കൊടുക്കുന്നെല്ലാം ഉണ്ട്. പക്ഷേ ഈ സൗണ്ടെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് ഓടി വരികയാണ് നമ്മുടെ അനന്ത് പറയുന്നുണ്ട്, അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, പലഹാരം കഴിച്ചതിന് ശേഷമാണ് മഹിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറയുകയാണ്. പിന്നീട് ലോപ്പസും മാർക്കോയുടെ കണ്ണനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, സാറ് നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം, ആ മേഘൻ മാത്രമേ ഇപ്പോൾ കിടപ്പിലായിട്ടുള്ളൂ, ബാക്കിയുള്ള ശത്രുക്കളെല്ലാം പുറത്ത് തന്നെയുണ്ട്. ആ പ്രതാപനെ എന്നും ഒട്ടും വിശ്വസിക്കാൻ കൊള്ളുന്ന കൂട്ടത്തിലല്ല. അയാൾക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. സാറാണെങ്കിൽ ഇപ്പോൾ മഹിയുമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് അയാൾ ആ അവസരങ്ങളെല്ലാം നന്നായിട്ട് തന്നെ മുതലാക്കും. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം, മഹിയോട് പറയണമെന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ. അതെല്ലാം എനിക്കറിയാം മാർക്കോ, അതെല്ലാം ഞങ്ങൾ നന്നായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്, ഞാൻ അയാളോടും അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കാൻ പറയുന്നുണ്ട് മാർക്കോനോട്. പിന്നീട് മഹിയാണെങ്കിൽ ആ പലഹാരങ്ങളെല്ലാം കഴിച്ചു കാണുമെന്നുള്ള സന്തോഷത്തിൽ വളരെയേറെ സന്തോഷിക്കുകയാണ് നമ്മുടെ കരുണ. അങ്ങനെ കരുണയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം ഉണ്ണിയോടായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. ഇതറിയുന്ന ഉണ്ണിക്കും ദുർഗയ്ക്കുമെല്ലാം വളരെ സന്തോഷമാകുന്നു. കാരണം പ്രതാപനെ കൊണ്ട് ഇത്രയെങ്കിലും സാധിച്ചല്ലോ എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. എന്താണെങ്കിലും അവളുടെ കുഞ്ഞാണെങ്കിൽ അവരുടെ വയറ്റിൽ തന്നെ കിടന്ന് പുകഞ്ഞ് ഇല്ലാതായിക്കോളും, അതിനുള്ള എല്ലാ കാര്യങ്ങളും പ്രതാപനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറയുകയാണ്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് തന്നെയാണ് സത്യം കണ്ണേട്ടൻ്റെ ശത്രുവായ മഹാലക്ഷ്മി ഇനി ഒരിക്കലും സന്തോഷത്തോടുകൂടി ജീവിക്കില്ല, അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പോവുകയാണ്, അതിനുള്ള പണിയെല്ലാം കരുണയുടെ അച്ഛൻ തന്നെ ഇന്നലെ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ വളരെയേറെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം മഹിയുടെ അമ്മ ഉണ്ടാക്കിയ പലഹാരത്തിലാണ് ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതെന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഉടനെ തന്നെ കണ്ണനാണെങ്കിൽ മാർക്കോനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം മാർക്കോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, സാറ് പേടിക്കേണ്ട, ഇതിനെല്ലാം ഞാനൊരു തിരിച്ചടി അയാൾക്ക് ഇപ്പോൾ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് മാർക്കോ ആണെങ്കിൽ പ്രതാപനെ തേടി പിടിച്ചുകൊണ്ട് തന്നെ പ്രതാപനിട്ട് നല്ലൊരു തിരിച്ചടി കൊടുക്കുന്നുണ്ട്. പിന്നീട് അനന്തുവിനെ വിളിക്കുന്ന കണ്ണനാണെങ്കിൽ മഹിക്ക് വന്നിട്ടുള്ള ദുരന്തങ്ങളെല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന മഹിക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും ഒരു ആവതില്ലാതെയാണ് അവിടെ എത്തിക്കുന്നത്. അങ്ങനെ തോമസ് വൈദ്യനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചികിത്സ എല്ലാം നടത്തുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം ദിവ്യയായിട്ടുള്ള അമ്മയാണെങ്കിൽ ധ്യാനത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെ മഹിയുടെ കുഞ്ഞിന് വേണ്ടി അമ്മ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ
ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.